അവനവനിലുള്ള ഈശ്വരനും അവനവൻ്റെ ഹൃദയവർത്തിയായിട്ടുള്ള ഈശ്വരനും പരമപുരുഷനായിട്ടുള്ള ഈശ്വരനും വ്യത്യസ്തനല്ലെന്നും അവനവനെ ഉപാസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനവനെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ സ്ഫുരിപ്പിച്ചുകൊണ്ട് ആ ചൈതന്യത്തെ ഉണർത്തിക്കൊണ്ട് നമുക്ക് ഈശ്വരീയമായ തലത്തിലേക്ക് എത്തിച്ചേരാനാകുമെന്നാണ് തന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതിലേക്കാണ് നമ്മളെ തന്ത്രം കൈപിടിച്ച് ആനയിക്കുന്നത്. ഉപാസനാ പന്ഥാവിലൂടെ നമ്മളെ സ്വയം ഈശ്വരനാക്കി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് അത് അവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് ശിവോഹം എന്ന ഒരു പരമമായ പദത്തിൻ്റെയും അർത്ഥം. ശിവോ ഭൂത്വ ശിവം യജേത് എന്നത് തന്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മളെ ശിവത്വത്തിലേക്ക്, ശിവം എന്ന് പറയുന്നൊരു വാക്കിൻ്റെ അർത്ഥം മംഗളം അല്ലെങ്കിൽ കല്യാണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശുഭമായത് എന്നാണ് അർത്ഥം. ആ ശുഭമായ തലത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ശരീരത്തെ, നമ്മുടെ അവസ്ഥകളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്.